ഗായ്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹെയർ കട്ടിന് വേണ്ടിയിട്ട് ഗ്ലോ ആപ്പ് സ്റ്റുഡിയോയിലേക്കാട്ടോ പോകുന്നത്. കുറേ കാലമായി ഞാനിങ്ങനെ മുടി വെട്ടണം എന്ന് പറയുന്നു. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ പാർലറിൽ പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മുടിയാണെന്നുണ്ടെങ്കിലും അമ്മ വീട്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് തരാം, അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് ലെയർ കട്ട് വെട്ടണം, അങ്ങനത്തെ കട്ട് വെട്ടണം, ഇങ്ങനെ പലതരത്തിലുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് ആ ചേച്ചി പറഞ്ഞു, ചേച്ചിയും പിന്നെ അതുപോലെ തന്നെ ഒരു നേപ്പാളി ചേട്ടനും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവർ പറഞ്ഞു നല്ല ലെങ്ത് ഉണ്ട്, അത് കാരണം ലെയർ വെട്ടുമ്പം കുറച്ച് കയറും, എന്തായാലും ലെങ്ത്ത് കയറും, പിന്നെ ഇപ്പം നല്ല രസം ഉണ്ടായിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവുമോ എന്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ലെങ്ത്ത് നന്നായിട്ട് കുറയുമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് അതിനോട് വലിയൊരു താല്പര്യം വന്നില്ല, എനിക്കും വന്നില്ല. കാരണം എനിക്ക് ലെങ്ത്ത് കുറയ്ക്കുന്നത് വലിയ താല്പര്യമില്ല. ആ ലെങ്ത്തിൽ തന്നെ വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റൈലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഈ ലെങ്ത്ത് ഇങ്ങനെ നടക്കുന്നതാണ് മൂക്ക് രസം ഉണ്ടാവുക എന്ന് ആ ചേച്ചി പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യാം. ചേച്ചി ഇങ്ങനെ സജസ്റ്റ് ചെയ്തു ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ട്രിം ചെയ്തിട്ട് ട്രിം ചെയ്യാം, പിന്നെ വേണമെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ലെയർ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു. അമ്മേനെ നോക്കിയപ്പം അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ അമ്മയും ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ ചേച്ചി നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് തരുന്നത്. ഈ ചേച്ചിയുടെ പേര് സുനിത എന്നാണ്. ചേച്ചി നല്ല രസമായിരുന്നു ചേച്ചീൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ. അതുപോലെ തന്നെ ചേച്ചീൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അവിടുത്തെ സർവീസ് തന്നെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഞാൻ ഇതേമാതിരി ഒന്നും പോയിട്ട് പാർലറിൽ ഇരുന്നിട്ടൊന്നും ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് കാരണം ഇനി എന്താവും എങ്ങനെയാവും എന്നൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ബാക്കിൽ നടക്കുന്ന സംഭവവും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ആകെ ആ മിററിലൂടെ ആ ചേച്ചി എൻ്റെ മുടിയിൽ ചെയ്യുന്നതും പിന്നെ ബാക്കിലിരിക്കുന്ന അമ്മേനും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ പിന്നെ അവരിങ്ങനെ മുടി സ്റ്റൈൽ ചെയ്തിടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഞാൻ കണ്ട റീൽസും കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് അവിടെ നിന്ന് എടുക്കാനാണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇവരൊക്കെ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്നൊക്കെ. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ അവരിങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നതും ഞാൻ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ അച്ഛൻ കുറേ കാലമായിട്ടോ പറയുന്നത് മുടി എന്തെങ്കിലും സ്റ്റൈലിൽ വെട്ടിക്കോ നല്ല രസം ഉണ്ടാവും, ലെങ്ത്ത് കുറയ്ക്കാണ്ട് തന്നെ അങ്ങനെ വെട്ടണമെന്നുണ്ടെങ്കിൽ വെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോഴും അമ്മ ഇങ്ങനെ പറയും ലെങ്ത്ത് വല്ലാണ്ട് കുറയ്ക്കേണ്ട കേട്ടോ, അങ്ങനെ പറയും. അങ്ങനത്തെ നമ്മളെ മുടിയൊക്കെ അവർ സ്റ്റൈൽ ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് ലുക്കേ മാറിപ്പോയി. എനിക്കിങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ ലാസ്റ്റ് ലുക്കിലേക്ക് ഇങ്ങനെ വരാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ പാർലറിൽ പോയി കട്ട് ചെയ്തപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു ഫസ്റ്റായിട്ട് ഹെയർ കട്ട് ചെയ്ത് തന്നത് ഞാനാണ്, എന്നെ മറക്കരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ശരി, ബൈ.